പ്രിയമുള്ളവരെ നമസ്കാരം. ജസ്റ്റ് റൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കൂടുതൽ ശോഭനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു സമയത്താണ് 10 വർഷം മുമ്പ് നടന്ന ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ലോകം ആദരിക്കുന്ന എഴുത്തുകാരി അരുന്ധതി റോയ്ക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുക്കുന്നതിനുള്ള അനുമതി ഗവൺമെൻറ് നൽകി. ഈ സംഭവ വികാസങ്ങൾ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം സംബന്ധിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു നാടും ജനാധിപത്യ രാജ്യമാവില്ല. ജനാധിപത്യം ആവശ്യപ്പെടുന്ന തുറന്ന സമൂഹമായി നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ജനാധിപത്യ മൂല്യബോധത്തെ എത്ര കണ്ട് സ്വാംശീകരിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുവെന്നതും പ്രസക്തമാണ്. അതിലേറ്റവും അനിവാര്യമായ ഘടകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നിരന്തരമായ ചോദ്യം ചെയ്യലുകളിലൂടെ, വിയോജിപ്പുകളിലൂടെ, സംവാദങ്ങളിലൂടെ, സൂക്ഷ്മ പരിശോധനകളിലൂടെ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാവൂ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആർട്ടിക്കിൾ 19 പ്രസിദ്ധീകരിക്കുന്ന ആഗോള ആവിഷ്കാര സ്വാതന്ത്ര്യ റിപ്പോർട്ട് ലോകം ഉറ്റുനോക്കുന്ന ഒരു രേഖയാണ്. റിപ്പോർട്ടിൽ ഈ വർഷം ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും അപകടകരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രതിസന്ധി നേരിടുന്ന പ്രദേശം എന്ന വിഭാഗത്തിലാണ്. റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ പകുതിയിലേറെ ജനത ഈ അപകടകരമായ വിഭാഗത്തിലാണ് കഴിയുന്നത്. 2022 ലോക ജനതയുടെ 34% അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് 53%. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണമുള്ള പ്രദേശം എന്നതിൽ നിന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിസന്ധി നേരിടുന്ന പ്രദേശം എന്ന വിഭാഗത്തിലേക്ക് മാറിയതാണ്. ജനാധിപത്യത്തിന്റെ മാതാവ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരിടത്ത് ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരുന്ന വേളയിലായിരുന്നു ഈ റിപ്പോർട്ട് വന്നത്. 161 ലോകരാജ്യങ്ങളിലെ 25 സൂചകങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇന്ത്യ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പറയുന്നത്. ലോകമെമ്പാടും തീവ്ര വലതുപക്ഷ ഏകാധിപത്യ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ അധികാരം നേടുകയും വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടായി വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലേത് അസാധാരണമായ ഒരു മാറ്റമാണ്. 2014 നിന്നും 35 പോയിന്റിന്റെ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. 161 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 123-ാമതാണ്. സൂചികയിൽ ഇന്ത്യ നേടിയത് കേവലം 19 പോയിന്റുകൾ മാത്രമാണ്. കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളിലൂടെയും യുദ്ധസമാനമായ സാഹചര്യങ്ങളിലെയും കടന്നുപോകുന്ന രാജ്യങ്ങളെക്കാളും താഴെയാണ് നമ്മുടെ സ്ഥാനം. പൊതുസുരക്ഷിതത്വം, ധാർമ്മികത, ദേശസുരക്ഷ എന്നതിൻ്റെയൊക്കെ പേരിൽ നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ഭേദഗതികളും തുറന്ന സമൂഹത്തോട് സൈദ്ധാന്തികമായി എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുമൊക്കെ ഇതിന് കാരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഭീഷണമായ കടന്നുകയറ്റമാണ്. ആഗോള മാധ്യമ സൂചികയിൽ നമ്മുടെ സ്ഥാനം 159-ആണ്. 2023 161 ഇക്കൊല്ലം 2 സ്ഥാനം ഉയർന്നത് നമ്മളെക്കാൾ മോശം പ്രകടനം നടത്തിയ ചില രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൊണ്ട് മാത്രമാണ്. പോയിന്റ് നോക്കുകയാണെങ്കിൽ പോക്ക് കീഴ്പോട്ട് തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം റിലയൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ്. NDTV അദാനി ഗ്രൂപ്പ് കൈവശമാക്കിയതോടുകൂടി മുഖ്യധാരയിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു, റിപ്പോർട്ടേഴ്സ് പറയുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ പ്രോപ്പഗാൻഡ ഉപകരണങ്ങളായി മാറുന്ന സാഹചര്യമുണ്ട്. പല വിധത്തിലാണ് ഇത് സംഭവിക്കുന്നത്. വരുമാനമാണ് പ്രധാനം. രാജ്യത്ത് മാധ്യമങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ഗവൺമെന്റ് പരസ്യങ്ങളാണ്. ഗവൺമെന്റിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് പരസ്യം നിഷേധിക്കുന്നതോടെ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങൾ അധികാരികൾ വരയ്ക്കുന്ന വഴിക്ക് നിൽക്കുന്ന സാഹചര്യമുണ്ട്. വഴങ്ങാത്ത മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ അന്വേഷണവും റെയ്ഡും വരെ ദൈനിക് ഭാസ്കറിനെതിരെയും ന്യൂസ് ക്ലിക്കിനെതിരെയും ഉണ്ടായ നടപടികൾ ഉദാഹരണങ്ങളാണ്. വിദേശ മാധ്യമങ്ങളെ പോലും വെറുതെ വിടാറില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ BBC ഓഫീസുകളിൽ നടന്ന വരുമാന നികുതി ആദായ നികുതി വകുപ്പിന്റെ തെരച്ചിൽ ലോകശ്രദ്ധ നേടി. മീഡിയ 1 ചാനലിന് തുടരനുമതി നിഷേധിച്ച സംഭവത്തിൽ സുപ്രീം കോടതിക്ക് വരെ ഇടപെടേണ്ടിവന്നു. പ്രചാരക വേല ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇല്ലാതാക്കുന്ന രീതിയുണ്ട്. ഗൗരി ലങ്കേഷ് മാത്രമല്ല, നിരവധിയാണ്. 2022 22 പേര് കൊല ചെയ്യപ്പെട്ടു എന്നാണ് CPJയുടെ കണക്കുകൾ പറഞ്ഞത്. ഒരൊറ്റ വർഷവും വധിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. കൊലപ്പെടുത്താൻ കഴിയാത്തവരെ UAPA പോലുള്ള മർദ്ദക നിയമങ്ങൾ ചുമത്തി അകത്താക്കും. മദ്രാസിൽ വാർത്തയ്ക്കായി പോയ സിദ്ദിഖ് അഹമ്മദ് 3 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ബംഗളൂരു സ്ഫോടന കേസിലെ പോലീസിന്റെ കള്ളക്കളി വെളിച്ചത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർ ഷാഹിന KK 1.5 പതിറ്റാണ്ടോളമായി UAPA കേസിൽ പ്രതിയാണ്. 2 മലയാളികളെ ഉദാഹരിച്ചു എന്നേ ഉള്ളൂ. ഇന്ത്യ ഒട്ടുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മാധ്യമ പ്രവർത്തകർ കിരാതമായ നടപടികളും മാതരവും നേരിടുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവശേഷിക്കുന്ന ചെറുതുരുത്തുകൾ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ധൈര്യപൂർവ്വം ഇടപെടുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും സന്നദ്ധ സേവകരും മാത്രമാണ്. പണം കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും പിടിച്ചെടുക്കാൻ കഴിയാത്ത ഈ മേഖലയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഭരണകൂടങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സൈബർ ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ചട്ടങ്ങൾ ഗവൺമെന്റ് രൂപീകരിച്ചത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 79-ാം വകുപ്പ് അനുസരിച്ച് ഇന്റർമീഡിയറികൾക്ക് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിയമപരിരക്ഷയുണ്ട്. ഇന്റർമീഡിയറി എന്നാൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മളെ അനുവദിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെ നമുക്ക് ഇടനിലക്കാരാണെന്ന് പറയാം. അതിൽ പ്രസിദ്ധീകൃതമാകുന്ന സംഗതികൾ പ്രസിദ്ധീകരിക്കുന്ന ആളുകളുടെ മാത്രം ഉത്തരവാദിത്തം. അതിന്റെ ഉള്ളടക്കത്തിന് മേൽ ഇന്റർമീഡിയറ്റുകൾക്ക് പ്രാഥമികമായ നിയന്ത്രണമില്ല.
അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കായിരിക്കും അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ താരതമ്യേന സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ സാധ്യമാകും. എന്നാൽ IT ഇന്റർമീഡിയറ്റ് റൂൾസിലൂടെ ആ പരിരക്ഷ ഗവൺമെന്റ് നീക്കം ചെയ്തു. അതോടൊപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ച വാർത്തകളിലെ വാസ്തവം ഏതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ തന്നെ ഒരു കമ്മിറ്റിയെ അധികാരപ്പെടുത്തുകയും ചെയ്തു. വാദിയും വിധികർത്താവും എല്ലാം ഗവൺമെന്റ് തന്നെ. മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ല, അഭിപ്രായ പ്രചാരണത്തിന്റെ സർവ്വമേഖലകളിൽ ഈ പ്രവണത കാണാം. വെന്റി ഡോയിൻഗറുടെ ഹിന്ദു ആൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന പുസ്തകം പിൻവലിക്കേണ്ടി വന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. സിനിമകൾ, നാടകങ്ങൾ, പാട്ടുകൾ, ഹാസ്യപരിപാടികൾ, കാർട്ടൂണുകൾ തുടങ്ങി എല്ലാത്തിനെയും ഭരണകൂടമോ അവരെ പിന്തുണയ്ക്കുന്ന അക്രമി സംഘങ്ങളോ പിന്തുടരുന്നുണ്ടായിരുന്നു. വിയോജിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും നേരിടുന്നത് ഏറ്റവും ഹീനമായ മാർഗങ്ങളിലൂടെയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മനുഷ്യർ ജയിലിൽ. നമ്മുടെ സംവിധാനങ്ങളൊന്നും അവർക്ക് തുണയാവുന്നില്ല. ഉമർ ഖാലിദിന്റെ ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ പിൻവലിക്കേണ്ടി വന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കളങ്കമാണ്. കർഷക സമരം, തൊഴിലാളി പ്രക്ഷോഭങ്ങൾ തുടങ്ങി വിയോജിക്കുന്ന ശബ്ദങ്ങളൊക്കെ വേട്ടയാടപ്പെടുന്നുണ്ട്. ലോകം നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമായി കണക്കാക്കാൻ വിസമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. ആർട്ടിക്കിൾ 19 റിപ്പോർട്ട് ഒരു സൂചനയാണ്. അതിലുപരി അത് ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയ്ക്ക് നമ്മുടെ നിലനിൽപ്പിനെതിരെ ഉയരുന്ന ചോദ്യചിഹ്നമാണ്. അത് കണ്ടില്ലെന്ന് നടിച്ചാൽ, നിസ്സംഗത തുടർന്നാൽ ചരിത്രം നമുക്ക് മാത്രമേ